സ്ത്രീ ശാക്തീകരണത്തിന് കീർത്തികേട്ട നാടാണ് കേരളം. വനിതകളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവരെ ആത്മവിശ്വാസവും ഊർജ്ജസ്വലതയുമുള്ളവരാക്കുകയെന്ന ഉത്തരവാദിത്തം നിറവേറ്റുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സ്ത്രീ സുരക്ഷ, സാമൂഹിക നീതി, ലിംഗസമത്വം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം കഴിഞ്ഞ 7.5 വർഷമായി പുതിയ ചരിത്രം രചിക്കുകയാണ്. ശബ്ദം മേലെ മേലെ വാനിന്നലെ ഉയർന്നു പെണ്ണിനഭിമാനം. പെണ്ണാനെന്നതിലാഹ്ലാദം, പെണ്ണിടം ഇത് നല്ലിടം. ഹേ ഉയരെ ഉയരെ ദൂരെ ദൂരെ കേൾക്കുവതിവളുടെ ശബ്ദം. മേലെ മേലെ വാനിൻ മേലെ ഉയർന്നു പെണ്ണിനഭിമാനം. ഉയരെ ഉയരെ ദൂരെ ദൂരെ കേൾക്കുവതിവളുടെ ശബ്ദം. മേലെ മേലെ വാനിൻ മേലെ ഉയർന്നു പെണ്ണിനഭിമാനം. സ്ത്രീ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന വിധത്തിലാണ് സ്ത്രീപക്ഷ കേരളത്തിന്റെ കഴിഞ്ഞ 7.5 വർഷത്തെ മുന്നേറ്റം. സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി വനിതാ ശിശുവികസന വകുപ്പ് തന്നെ രൂപീകരിച്ച ഒന്നാം പിണറായി വിജയൻ സർക്കാർ ജെൻഡർ ബജറ്റിലൂടെ വനിതാ ക്ഷേമ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കുകയാണ്. കുടുംബശ്രീ, വനിതാ വികസന കോർപ്പറേഷൻ, KDISC, തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ സംവിധാനങ്ങളിലൂടെ സ്ത്രീകൾക്ക് തൊഴിലും ശാക്തീകരണവും സാമൂഹിക പദവിയുമാണ് നമ്മുടെ സർക്കാർ ഉറപ്പാക്കുന്നത്. ഞാൻ കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ. ചേട്ടാ ചേട്ടാ ലിഫ്റ്റ് ചേട്ടാ, ഞാൻ വിളിക്കാം ചേട്ടാ. എവിടേക്കാ? ബസ് സ്റ്റാൻഡ്. ഇത് കുറേ പുസ്തകങ്ങളുണ്ടല്ലോ. കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓട്ടത്തിനിടയ്ക്ക് ഫ്രീ ആകുമ്പോ എടുത്തു നോക്കും. പിന്നെ പകരം ക്ലാസ്സിനും പോകുന്നുണ്ട്. കൊള്ളാലോ. വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയും ചേച്ചിയും. അമ്മയ്ക്കൊരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട്. പിന്നെ ചേച്ചിക്ക് സേനയിൽ സെലക്ഷൻ കിട്ടി നിൽക്കുക. ഒരു കാര്യം ചോദിച്ചോട്ടെ, തനിക്ക് രാത്രിയിൽ ഇറങ്ങാൻ പേടിയൊന്നുമില്ലേ? എന്തിനു പേടി? നമ്മുടെ കേരളം മാറിയില്ലേ? സാമ്പത്തിക സ്വാശ്രയത്വത്തിലൂടെ സ്ത്രീകളുടെ സർവോന്മുഖമായ വളർച്ച ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 8 വർഷത്തിനിടെ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. 1200 കോടിയിലധികം രൂപയുടെ വായ്പ നൽകിയ സർക്കാർ വനിതാ വികസന കോർപ്പറേഷൻ മുഖേന ലഭ്യമാക്കിയ വായ്പകളിലൂടെ 82,425 സ്ത്രീകളാണ് സംരംഭകരായത്. 1.5 ലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. വനിതാ വികസന കോർപ്പറേഷൻ മുഖേന കഴിഞ്ഞ 7 വർഷങ്ങളിലായി 1500 വനിതകൾക്കും 78 ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമാണ് സംരംഭകത്വ വികസന പരിശീലനം നൽകിയത്. നിയമപരമായ അംഗീകാരം വിവാഹത്തെ എതിർത്ത് കേന്ദ്ര സർക്കാർ ഭാര്യ-ഭർത്തൃ സങ്കല്പവുമായി ചേർന്ന് പോകുന്ന ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ഇന്റർസെക്സ്, അതുപോലെ തന്നെ ക്യൂർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് അല്ലെങ്കിൽ മറ്റുള്ളവർക്കെങ്കിലും ഒരു മിനിറ്റ്
ഹലോ ചേച്ചി. പറ മോളെ. അതാലോചിച്ചിട്ടാണോ മോളെ? നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. ഏതൊരു വ്യക്തികൾക്കും തല ഉയർത്തി ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന സർക്കാരാണ് നമ്മൾ നയിക്കുന്നത്. പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത്? നവകേരള സൃഷ്ടിക്ക് പ്രതിജ്ഞാബദ്ധരായ ഇടത് സർക്കാർ അരികുവൽക്കരിക്കപ്പെട്ട എല്ലാ ജനവിഭാഗങ്ങളെയും ചേർത്ത് നിർത്തുമ്പോൾ കേരളം ഒരേ സമയം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവുന്നു. ക്യൂർ കമ്മ്യൂണിറ്റിയെ പൊതുധാരയിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന ബജറ്റിൽ അർഹമായ വിഹിതം മാറ്റിവെക്കുന്നു. വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായം, സഫലം സ്കോളർഷിപ്പ് എന്നിവ അവരുടെ അവകാശമാക്കുകയും മാന്യമായ തൊഴിൽ നേടിയെടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. വിവേചനരഹിതമായ ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നതിനും ട്രാൻസ് കമ്മ്യൂണിറ്റിയുടെ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകുകയും ചെയ്യുന്നതിലൂടെ ഒപ്പമുണ്ട് സർക്കാർ എന്ന ഉറപ്പ് പാലിക്കപ്പെടുന്നു. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലെ സ്ത്രീകൾക്കായി സൊസൈറ്റി ഫോർ അസിസ്റ്റൻസ് ടു ഫിഷർ വിമൻ രൂപീകരിച്ച സർക്കാർ തീരദേശത്തെ 10,000-ഓളം വനിതകൾക്കാണ് സ്വന്തം നിലയിൽ സംരംഭകരായി വളരാൻ അവസരമൊരുക്കിയത്. വനിതാമിത്ര കേന്ദ്രങ്ങൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് ഹ്രസ്വകാല താമസ സൗകര്യം ഒരുക്കുന്ന സേഫ് സ്റ്റേ പദ്ധതി, ആയോധന കലകളിൽ പെൺകുട്ടികൾക്ക് പരിശീലനം നൽകാൻ ധീര പദ്ധതി, ഉണർവ് പദ്ധതി, സ്ത്രീകൾക്ക് ഡിജിറ്റൽ സാക്ഷരത ഉറപ്പുവരുത്താനായി ഡിജിറ്റൽ പാഠശാല തുടങ്ങിയവയെല്ലാം ഈ സർക്കാർ നടപ്പിലാക്കി. ഇത്തരം പദ്ധതികളിലൂടെ പ്രായഭേദമന്യേ ഏത് ജീവിത പ്രതിസന്ധിയെയും നേരിടാനുള്ള ആത്മധൈര്യം കൂടിയാണ് നമ്മുടെ സർക്കാർ സ്ത്രീകൾക്ക് പകർന്നു നൽകിയത്. സ്ത്രീധന നിരോധന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയ പിണറായി വിജയൻ സർക്കാർ സ്ത്രീധനത്തിനെതിരെയുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്യാൻ ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കി. 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ വിവാഹം തടയാൻ പൊൻവാക്ക് പദ്ധതി, പോഷ് കംപ്ലയിൻസ് പോർട്ടൽ, സഹജ കോൾ സെന്റർ എന്നിവ നടപ്പാക്കി. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വനിതാ ഹെൽപ്പ് ലൈനിലൂടെ ഇതുവരെ 3 ലക്ഷത്തിലധികം കോളുകൾ സ്വീകരിച്ച വനിതാ ശിശു സംരക്ഷണ വകുപ്പ് 2 ലക്ഷത്തിൽ പരം കോളുകൾ ഫലപ്രാപ്തിയിലെത്തിച്ചു. ഹലോ ചേട്ടാ, വേണ്ട കേട്ടോ, പണി കിട്ടും. ഉറപ്പാണ്, പണി കിട്ടും. ഇത് പഴയ കേരളമല്ല. ഇവിടെ ഒരു സ്ത്രീയും ഒറ്റയ്ക്കല്ല. സ്ത്രീകൾക്കെതിരായുള്ള ആക്രമണങ്ങളും സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ശിക്ഷാർഹമാണ്. അനീതി നേരിടുന്ന ഓരോ പെൺകുട്ടിയും ഓർക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഒരു സമൂഹം കൂടെയുണ്ട്. സംസ്ഥാനത്തെ സർവകലാശാലകൾക്ക് കീഴിലെ വിദ്യാർത്ഥിനികൾക്ക്
ആർത്തവാവധി, ഷീപ്പാഡ് പദ്ധതി, സർവകലാശാലകളിലെ 18 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥിനികൾക്ക് പരമാവധി 60 ദിവസം വരെ പ്രസവാവധി, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ അധ്യാപകർക്ക് ഇഷ്ടമുള്ള മാന്യമായ ഏതു വസ്ത്രവും ധരിക്കുന്നതിനുള്ള അവകാശം, മോളുകൾ, വസ്ത്രവിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ജോലിക്കിടെ ഇരിക്കുന്നതിനുള്ള അവകാശം എന്നിവയും 7.5 വർഷത്തിനിടയിൽ ഈ സർക്കാർ ഉറപ്പാക്കി. ഇന്ന് ലേറ്റ് ആണല്ലോ. ഇന്നും ലേറ്റായി. മാനേജർ എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലില്ല. ഈ കാലം വെച്ചോണ്ട് വരണ്ടേ? എന്ത് പറയാനാ. ചേച്ചി അതൊന്നും എടുത്തരൂ. സരിതാണോ സർ? അതല്ല, അതല്ലേ. ആ പിന്നെ മോളുണ്ട് അതില്. സോറി സർ. മഞ്ജു, ഇതെന്തെല്ലാരും പതിവില്ലാണ്ടിരിക്കുന്നേ? ചേച്ചി അപ്പൊ ഒന്നും അറിഞ്ഞില്ലേ? നിയമമൊക്കെ മാറി. ഇനി നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ഇരുന്ന് ജോലി ചെയ്യാം. ചേച്ചി ഇരിക്കേ. പെൺകരുത്തിന്റെ വഴിയിൽ പുതിയൊരു ചരിത്രമായി മാറിയ കുടുംബശ്രീക്ക് കൂടുതൽ കരുത്തു പകരുന്ന സർക്കാർ 3 ലക്ഷത്തിലേറെ അയൽക്കൂട്ടങ്ങളിലായി 46.16 ലക്ഷം വനിതകൾ അംഗങ്ങളായ കുടുംബശ്രീയെ സ്ത്രീ ശാക്തീകരണത്തിന്റെ മുഖമുദ്രയാക്കി മാറ്റുകയാണ്. രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ കുടുംബശ്രീ എന്ന സംസ്ഥാനത്തിന്റെ മുഖശ്രീ നൽകിയ നേട്ടങ്ങളുടെ ഒരു വലിയ പട്ടിക തന്നെ ലോകത്തിനു മുൻപിൽ കേരളത്തിന്റെ അഭിമാനമുയർത്തുന്നു. രാധിക ഇനി ആരോടും കടം ചോദിക്കാൻ നിൽക്കണ്ട. സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണം, സ്വയം പര്യാപ്തത നേടണം. ഏതായാലും നാളത്തെ അയൽക്കൂട്ട മീറ്റിങ്ങിന് വാ. രാധികയുടെ ബുദ്ധിമുട്ടൊക്കെ മാറിക്കിട്ടും. കുടുംബശ്രീ കൂടെയുണ്ട്. അപ്പോ നമ്മുടെ കുടുംബശ്രീ യൂണിറ്റ് പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ചിരട്ടത്തവി നിർമ്മാണ യൂണിറ്റിന്റെ ചുമതല രാധികയായിരിക്കും നോക്കി നടത്താൻ പോന്നേ. അതുപോലെ ഈ ആഴ്ച അയൽക്കൂട്ട യൂണിറ്റ് തീരുമാനിച്ചതുപോലെ 10,000 രൂപ രാധികയ്ക്ക് വായ്പയായിട്ട് തരും. രാധികയുടെ ജോലിക്കൂലിയിൽ നിന്ന് കുറേശ്ശെയായിട്ട് ഞങ്ങൾ പിടിച്ചോളാം. എനിക്കൊന്നും പറയാൻ പറ്റണില്ല. ഉള്ളു നിറഞ്ഞ സന്തോഷത്തിലാണ് ഞാനിപ്പോ നിക്കണത്. നന്ദി നിങ്ങളോടും കുടുംബശ്രീയോടും. മക്കളെ, കൊച്ചുങ്ങളുടെ ഫീസൊക്കെ കൊടുത്തോ? കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്നുള്ള പൈസ കിട്ടിയപ്പോ കൊടുത്തമ്മ. നമ്മളൊക്കെ രക്ഷപ്പെടും മക്കളെ. അധ്വാനിക്കാനുള്ള മനസ്സ് മതി. കുടുംബശ്രീയിലെ പ്രവർത്തനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ജീവിക്കണം, ജയിക്കണം, സമൂഹത്തിൽ ഉയർന്നു വരണം എന്നൊക്കെയുള്ള ചിന്ത കുടുംബശ്രീയിലൂടെയാണ് നേടിത്തന്നത്. സംരംഭ വികസനം, നൈപുണ്യ വികസനം, തൊഴിൽ പരിശീലനം എന്നീ മേഖലകളിൽ സമഗ്രമായ മുന്നേറ്റമാണ് കുടുംബശ്രീ 1/4 നൂറ്റാണ്ടുകൊണ്ട് കൈവരിച്ചത്. സാമൂഹ്യ കൂട്ടായ്മയിലൂടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലും തുടക്കം മുതലേ ശ്രദ്ധ കേന്ദ്രീകരിച്ച കുടുംബശ്രീയുടെയും കൂടി മികവിലാണ് രാജ്യത്ത് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളം മാറിയത്. ആയിരക്കണക്കിന് സംരംഭങ്ങൾ, 8 ലോക റെക്കോർഡുകൾ, നേതൃഗുണമുള്ള വനിതകൾ,
തൊഴിൽ രംഗത്തിന് പുത്തൻ മാതൃകകൾ തുടങ്ങി കുടുംബശ്രീ എന്നാൽ ഇപ്പോൾ കേരളത്തിലെ വനിതകളുടെ വളർച്ചയുടെ പരിച്ഛേദമാണ്. എൻ്റെ പഴയ കമ്മൽ മാറ്റിയിട്ട് പുതിയ കമ്മൽ മേടിച്ചു തരാൻ അങ്ങേർക്ക് സമയമില്ല. തള്ളയും കൊണ്ട് ടൂറിന് പോയേക്കുന്നു. ഇവർക്ക് ഈ വയസ്സാം കാലത്ത് എന്തിൻ്റെ കേടാണ്? ഞാൻ കൊടുക്കുന്ന ആഹാരം കഴിച്ചുകൊണ്ട് ഇവിടെ കാണാൻ ചുണ്ടുകൂടി കിടന്നാൽ പോരായോ? എടി നീ ഒന്ന് അടങ്ങിയിരിക്കെ. നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കിടന്ന് ചാടുന്നത്? അമ്മ അകത്തുണ്ട്, അമ്മയെ വിഷമിപ്പിക്കരുതേ. നാണമില്ലല്ലോ ഈ വയസ്സാം കാലത്ത് ഇങ്ങനെ കറങ്ങി നടക്കാനായിട്ട്. എല്ലാവർക്കും അവരവരുടെ ജീവൻ തന്നെയാണ് വലുത്. പിന്നെ എന്നെ പോലെ ചില അമ്മമാരുണ്ട് ജീവിക്കാൻ മറന്നുപോയവർ. മക്കളില്ലേലും അവരെന്നും ചേർത്ത് പിടിക്കാൻ ഇന്നൊരു സർക്കാരുണ്ട്. മോന് ഓർമ്മയുണ്ടോ? മോൻ സ്കൂൾ വിട്ട് വിശന്ന് വരുമ്പോഴേ അമ്മ നെയ്യപ്പോ അച്ചപ്പോ ഒക്കെ ഉണ്ടാക്കി തരാറില്ലേ? അമ്മ ഇനിയും അതുണ്ടാക്കാൻ പോവുക. മോന് വേണ്ടി മാത്രമല്ല, ഒരുപാട് മക്കൾക്ക് വേണ്ടി. അതിൽ നിന്ന് അമ്മയ്ക്കൊരു വരുമാനം കിട്ടും. അതിനുള്ള എല്ലാ സഹായവും ഇപ്പോൾ സർക്കാർ ചെയ്യുന്നുണ്ട്. എന്നെപ്പോലുള്ളവർക്ക് ആരുമില്ലെങ്കിലും നമ്മുടെ സർക്കാരുണ്ട്. ഇത്രയും നാൾ അമ്മ മറ്റുള്ളവർക്ക് വേണ്ടി ചിറകൊതുക്കി ജീവിച്ചു. ഇനി സർക്കാരിൻ്റെ സഹായത്തോടെ എൻ്റെ ചിറക് വിരിച്ച് ഞാൻ പറന്നുയരും. നോളജ് ഇക്കോണമി മിഷൻ കുടുംബശ്രീയുമായി ചേർന്ന് 2021 നടത്തിയ സർവേയിൽ കേരളത്തിൽ 53 ലക്ഷം വിജ്ഞാന തൊഴിൽ അന്വേഷകരെയാണ് കണ്ടെത്തിയത്. ഇവരിൽ 58% സ്ത്രീകളാണ്. ഇതിലുൾപ്പെടുന്ന വനിതാ തൊഴിൽ അന്വേഷകർക്കായാണ് നോളജ് എക്കണോമി മിഷൻ തൊഴിലരംഗത്തേക്ക് പദ്ധതി നടപ്പാക്കുന്നത്. +2 അടിസ്ഥാന യോഗ്യതയും 59 വയസ്സിൽ താഴെ പ്രായമുള്ളവരുമായ 2,77,850 സ്ത്രീകളാണ് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തത്. അഡ്മിഷന് മുൻപ് തന്നെ സ്കിൽ ഓറിയന്റേഷനും അഭിരുചി പരീക്ഷയും നൽകുന്ന കെഡിസ്ക് പട്ടികജാതി പട്ടികവർഗക്കാർ, ട്രാൻസ്ജെൻഡറുകൾ, തീരദേശവാസികൾ, അംഗപരിമിതർ, സിംഗിൾ പാരന്റ് എന്നീ വിഭാഗങ്ങൾക്ക് പ്രത്യേക സ്കിൽ സ്കോളർഷിപ്പും നൽകുകയാണ്. സ്വന്തം കാലിൽ നിൽക്കാനും സാമ്പത്തികമായി സുരക്ഷ നേടിയെടുക്കാനും അഭിവാഞ്ചയുള്ളവരാണ് പുതിയ കാലത്തെ സ്ത്രീകൾ. അതുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെയും തൊഴിൽക്ഷമതയെയും മുൻനിർത്തിയുള്ള തൊഴിലുകൾക്ക് നമ്മുടെ സർക്കാർ പ്രോത്സാഹനം നൽകി വരുന്നത്. ഗ്രാമീണ മേഖലയിലെ ഓരോ കുടുംബത്തിനും വർഷം തോറും ഏറ്റവും കുറഞ്ഞത് 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലും അയ്യങ്കാളി നഗര പദ്ധതി പ്രകാരവും സംസ്ഥാനത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് സജീവമായി തൊഴിലെടുക്കുന്നത്. ഈ പദ്ധതി ഏറ്റവും കാര്യക്ഷമതയോടെ നടപ്പാക്കുന്ന നാടാണ് കേരളം. കഴിഞ്ഞ 2 വർഷത്തിനിടെ 10 കോടിയിലധികം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ സംസ്ഥാനം പദ്ധതിയുടെ നടത്തിപ്പിൽ ദേശീയ ശരാശരിക്കും മുകളിലെത്തി അധിക തൊഴിൽ ദിനങ്ങളും നേടിയിരിക്കുകയാണ്. അതേ വരണേച്ചി, വേഗം കുടിക്കി. അമ്മൂ, ചെടിക്ക് നനയ്ക്കാൻ മറക്കല്ലേട്ടാ. എല്ലാവരും വേണ്ടാണെന്ന് വൈകി. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിച്ച അമ്മയുടെ വക ഒരു സമ്മാനം ഉണ്ട് കേട്ടോ. ഉത്തരവാദിത്ത ടൂറിസം മുതൽ തൊഴിലുറപ്പ് വരെയും പൈലറ്റ് മുതൽ കാർഷിക വൃത്തി വരെയും ഉൾപ്പെടുന്ന തൊഴിൽ രംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തൊഴിൽ രംഗത്തും സാമൂഹിക സേവന രംഗത്തുമെല്ലാം ഇപ്പോൾ കേരളത്തിലെ സ്ത്രീകൾ ലിംഗഭേദമില്ലാതെ തുല്യതയോടെ മുന്നേറുകയാണ്. അവർക്ക് സുരക്ഷയും ആത്മധൈര്യവും അവസരവും നൽകി ലിംഗസമത്വം നടപ്പാക്കുന്ന സർക്കാർ വനിതകൾക്ക് തണലും കാവലാളും കരുത്തുമായി മാറുന്നു. ജീവിത വീക്ഷണമുള്ള വനിതകളാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ചിന്തകളും ആശയങ്ങളും ഈ വേദിയിൽ പങ്കുവെക്കുമ്പോൾ നമ്മുടെ നാടിന്റെ ഭാവിക്കു വേണ്ടിയുള്ള ആസൂത്രണത്തിലാണ് പങ്കാളിത്തം നേടുന്നത്. ഉണർന്ന് മുന്നേറാം. നവകേരളത്തിനായി ഒത്തുചേരാം മുഖാമുഖത്തിലൂടെ.